വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നു. രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കുന്നു വി.ഡി. സതീശൻ. രമേശ് ചെന്നിത്തല മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇനിയും ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. മന്ത്രിയാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് രാവിലെ അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ മൂഡ് അങ്ങനെ തന്നെയാണ്. പക്ഷേ വകുപ്പ് സംബന്ധിച്ച് ചില കാര്യങ്ങളുടെ ഉറപ്പ് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരികൃഷ്ണ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലുണ്ട്. ഹരി, നിയുക്ത മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി രമേശ് ചെന്നിത്തലയെ കാണാൻ എത്തുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഒരു അന്തിമ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമോ? രമേശ് ചെന്നിത്തല സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനം തന്നെ ആകാം അത് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നത്. പ്രതീക്ഷിക്കാം, അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം കെ സി വേണുഗോപാലാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു വി.ഡി. സതീശന്റെ വരവ്. ഇന്നലെ അദ്ദേഹം വന്ന് രമേശ് ചെന്നിത്തലയെ കണ്ട് മടങ്ങിയതാണ്. ഇന്ന് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഘടകകക്ഷികളുമായി നടക്കുമ്പോൾ, ആ ഒരു സമയത്തിനിടയിലാണ് വി.ഡി. സതീശൻ നേരിട്ടിപ്പോൾ രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിഭവം എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും വി.ഡി. സതീശൻ തന്നെ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിന്റെ പരിഭവം മാറ്റുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. അതിതാ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം നേരിട്ടെത്തി ഇന്നലെ കണ്ടു മടങ്ങിയതിന് ശേഷം ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കിടെ അദ്ദേഹം വീണ്ടും ആ യോഗത്തിനിടയിൽ നിന്ന് അദ്ദേഹം വീണ്ടും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം വരേണ്ടത്. അത് ഒരു പക്ഷേ ഈ രണ്ടുപേരുടെ ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി ആയിരിക്കുമോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. രമേശ് ചെന്നിത്തലയുടെ പേരിനൊപ്പം ചേർത്ത് വെച്ച രണ്ട് വകുപ്പുകൾ, ഒന്ന് ആഭ്യന്തര വകുപ്പും ഒന്ന് ധനവകുപ്പുമാണ്. പക്ഷേ ധനവകുപ്പായിരിക്കില്ല, ആഭ്യന്തര വകുപ്പായിരിക്കും രമേശ് ചെന്നിത്തല സ്വീകരിക്കാൻ തയ്യാറാവുക. അതിനൊരു കാരണം കൂടിയുണ്ട്. 2011 അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാന സമയം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. സ്വാഭാവികമായിട്ടും അതിൽ താഴെയുള്ള ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 3 പേരെ പരിഗണിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട പേര്, ഒരു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്.